നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയ ബാക്കി റാഡിഷിൻ്റെ ഇല കൊണ്ടൊരു ഒരു തോരനുണ്ടാക്കാം. അതിനായി ചുമന്ന റാഡിഷാണ്. ഇത് നമുക്ക് തൊലി കട്ട് ചെയ്ത് ചെറിയ പീസാക്കി മാറ്റണം. എന്നിട്ട് ഇതെല്ലാം ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റു സാധനങ്ങൾ ഒരു 10 ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞത്, 2 കറിവേപ്പില, ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് കീറിയത്, കടുക് വറുക്കുന്നതിനായി ജീരകം, ഒരു നുള്ളി ജീരകം, കുറച്ച് ഉഴുന്ന് പരിപ്പ്, 2 ചുമന്ന മുളക്, വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്. നമ്മൾ ആദ്യം ഓയിലിൽ ഇതെല്ലാം ചെയ്ത ശേഷമാണ് ഈ തോരൻ ഉണ്ടാക്കുന്നത്. അതിനായി നമുക്ക് ആദ്യം ഈ തോരനൊന്ന് കട്ട് ചെയ്ത് ഈ ലീഫെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കാം. ഇലയൊക്കെ വളരെ തിന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് 1/2 കപ്പ് തേങ്ങയും കൂടെ വേണം. ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്കിതും കൂടെ ഒന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. ചെറിയ റാഡിഷൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പാത്രം ചൂടാകുമ്പോൾ ഏകദേശം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. ഈ ഇല നേരത്തെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ചേർത്ത് 10 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകിയെടുത്തിട്ട് അരിഞ്ഞതാണ്. കഴുകിയ ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് അതിൻ്റെ സത്തെല്ലാം പോകും. അതുകൊണ്ട് നേരത്തെ തന്നെ ആദ്യമേ തന്നെ എല്ലാം വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പാൻ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് വെച്ചിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞ് 2 ചുമന്ന മുളക്, ഉള്ളി, ജീരകം, കുറച്ച് ഉഴുന്ന്, അതൊന്ന് മൂത്ത ശേഷം കുറച്ച് കുഞ്ഞുള്ളി, 4 പച്ചമുളക് കീറിയത്, കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടെ ചേർത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അത് ഇതോടൊപ്പം മൂപ്പിക്കാം. നോക്കുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന റാഡിഷ് ആദ്യം ചേർക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം ചെറുതായിട്ട് വഴറ്റിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന റാഡിഷിൻ്റെ ഇല ചേർക്കാം. റാഡിഷിൻ്റെ ഇല ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അടച്ചു വെച്ച് 1 മിനിറ്റ് ഒന്ന് വഴറ്റി അടപ്പൊന്ന് തുറന്ന് ചീരയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതിൽക്കൊക്കെ തേങ്ങ ചേർക്കാം. ഇതോടൊപ്പം ഒന്ന് നമുക്ക്
തുറന്ന് വെച്ചത് ഇലയൊക്കെ ഒരുവിധം വാടിയിട്ടുണ്ട്. സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. കുറച്ചിലയുള്ളത് കാരണം ഉപ്പൊക്കെ ഓക്കെയാണ്. വേണമെങ്കിൽ ഉഴുന്നുള്ളിപ്പും കൂടെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. വീണ്ടും അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കും. വെള്ളമൊക്കെ വറ്റുന്നവരെ ഇളക്കാം. മുളകിയുടെ ഇലയെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ലപോലെ തുറന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയായി വീണ്ടും കാണാം. ഈ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. റാഡിഷ് തോരൻ റെഡി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ തണുത്ത ശേഷം നമുക്കൊരു സെപ്പറേറ്റ് വെള്ളമിട്ട് മാറ്റാം. അടുപ്പൊന്ന് തുറക്കാം. ഒരു സൈഡിൽ വെള്ളമിട്ട് മാറ്റാം. റാഡിഷ് ഇലത്തോരൻ റെഡി.